ജീവിതം. ദൈവവാക്യ സ്ഥാനത്ത് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നാൾ യേശു എന്നെ നോക്കി പറയും, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചിന്താ ബോധ മണ്ഡലങ്ങളിലേക്ക് ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. If you think you are a victorious Christian, I'm going back to where I began. You should be able to answer this question, right? Otherwise, എൻ്റെ ജയകരമായ ജീവിതം എന്ന് ഞാൻ അവകാശപ്പെടുന്നതിൽ എന്തോ ഒരു കുറവ് വന്നിട്ടില്ലേ? ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ശബ്ദമില്ലെന്ന് അല്ലാതൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ ശബ്ദം അറിയാം. നാളെ ഒരു കമന്റ് ഒക്കെ കാണാം. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാരെല്ലാം കുഞ്ഞാടുകളൊന്നും. Otherwise people are so voluminously saying, I don't understand why we don't address these things. Any age, any place, because that's the only one thing God has called, to be fruitful. ഫലകരമാവുക ആയിരിക്കുന്നിടത്ത്, ആയിരിക്കുന്ന പ്രായത്തിൽ, ആയിരിക്കുന്ന സാഹചര്യത്തിൽ. I don't need to compare with anybody. ദൈവം എന്നെ ആക്കിയെടുത്ത് ഫലകരമാവുക, അത്രയേ ഉള്ളൂ. കൊച്ചു ജോലിയായിരിക്കാം, ഒരു മുറിയിലായിരിക്കാം താമസിക്കുന്നത്, $8 ജോലിയായിരിക്കാം. Be fruitful in that. So you don't need to compare with others. Wherever you are, be fruitful. And now, to be fruitful, what are the elements? Have you ever thought that? ഇതിനെല്ലാം നമുക്കിപ്പോ ഒരു കമ്മിറ്റി കൂടിയാൽ ഇതങ്ങ് പാസ്സാക്കി കൂടെ നമുക്ക് പാസ്സാക്കി സംബന്ധിച്ച് പാസ്സാക്കിക്കോ. അപ്പൊ ആർക്കും എതിരില്ല ഇതിന്, ഈ ആശയങ്ങൾക്ക്. നമുക്ക് ഫലകരമായി ജീവിച്ചേ പറ്റൂ. എതിരുണ്ടോ? അവിടെ 2 പേർക്ക് എതിരുണ്ട്. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ. Nobody will say, oh, no, stop. I don't want to be fruitful. No. Now we are going to the dynamics of being fruitful. So if you think you have to be fruitful, how then you can be fruitful? ഒരു സജഷൻ പറയും, എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആവും? തിങ്ക്. എന്താ ഒന്നും മിണ്ടാത്തേ? You agree with me? Yes, go ahead. Pleasing to God, absolutely. In all the activities, amen. Great, that's the ultimate call. But when we break it out, നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നില്ല. There are a lot of elements to it. Let's be very serious now. To have a victorious Christian life, there are a lot of elements to it. അപ്പോൾ അതങ്ങോട്ട് പിടി കിട്ടുന്നില്ല. സാമ്പാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, രക്ഷപ്പെട്ടു. അപ്പൊ ഞാനും അച്ഛനും കൂടെ നാളെ ഒരു വീട്ടിൽ ചെന്ന് വെച്ചു. അപ്പൊ അവിടെ ആന്റി നല്ല ഒരു സാമ്പാർ തരുമ്പോൾ ഞങ്ങൾ പറയും, ഇത് നല്ല സാമ്പാറാണ്. നേരെ മറിച്ച് തിരിച്ച് സാമ്പാർ എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് കൊണ്ടു തന്നല്ല. ഞങ്ങളത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ ആന്റിയോട് ചോദിച്ചു, ആന്റി ഇതെന്തുവാ കൊണ്ടുവച്ചത്? അപ്പൊ ആന്റി പറഞ്ഞു, ഇത് ടെക്സാസിലെ സാമ്പാർ. ഇതൊക്കെ ഭാഗ്യം അച്ഛന് കിട്ടിയെങ്കിൽ. ഡോക്ടറെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറയും, സമ്മതിച്ച് ആന്റി ഒന്ന് ഇരുന്നാട്ട് നമുക്ക് ഈ സാമ്പാറിനെ പറ്റി ഒന്ന് പഠിക്കാം. ഞങ്ങൾ ആ സാമ്പാറിനെ ഒന്ന് അപഗ്രഥനം ചെയ്യും. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ആ സാമ്പാറിനെ അങ്ങോട്ട് ഒരു ഇൻട്രൻസിക് ലെവലിലോട്ട് കൊണ്ടുവരാൻ പോവുക. ഈ സാമ്പാർ എങ്ങനെയാ ഉണ്ടായത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു പറഞ്ഞ ആദിയിൽ സാമ്പാർ ഉണ്ടായിരുന്നു? ഇല്ല. ആന്റി എന്തോ ചെയ്തു? ആന്റിയുടെ മനസ്സിൽ ദൈവം ഒരു ചിന്ത കൊടുത്തു, മകളെ സാമ്പാർ ഉണ്ടാക്കുക. കട്ടിലെ ഉറങ്ങിക്കിടന്ന് ആന്റി ചാടി എഴുന്നേറ്റു, അടുക്കളയിലോട്ട് ഓടി. അങ്കിളി ചോദിച്ചു, നീ ഇങ്ങനെ ഓടരുത്. അപ്പൊ പറഞ്ഞില്ല, അച്ഛനും ആ മനുഷ്യനും വരുന്നുണ്ട്, ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ. ആന്റി എന്തായിരിക്കും ചെയ്തത്? സഹായിച്ചേ? ആന്റി ഇവിടെ തന്നെ ഉണ്ട്.
ഒരു കലമെടുക്കുന്നു, ഒരു എലമെന്റ് ഉണ്ടാക്കണ്ട, ആന്റി ഉണ്ടാക്കി അദ്ദേഹമേ സഹായിച്ചുള്ളൂ കേട്ടോ. He is the only one who helped me. നിങ്ങൾ സ്ത്രീകൾക്കൊന്നും പറയാനില്ലേ? ഞങ്ങൾ പുരുഷന്മാരെല്ലാം സാമ്പാർ ഉണ്ടാക്കണമെന്നായിരിക്കും, നടക്കത്തില്ല. He is only helping me. Thank you. അദ്ദേഹം ഒരു ഇൻഗ്രീഡിയന്റ് പറഞ്ഞു, ഒരു എലമെന്റ് പറഞ്ഞു. എന്തായിരുന്നു? പരിപ്പ്. രണ്ടാമെന്തെങ്കിലും ഇടണോ? മീൻ ഇടണോ? അവിടെ അത് വെച്ചില്ല, മീനൊന്നും ഇടത്തില്ല. പറഞ്ഞു വെള്ളം, ഉരുളക്കിഴങ്ങ്. ആന്റി അവിടെ കൊണ്ടങ്ങ് നിർത്തി. മനസ്സിലായോ? എന്നിട്ടാണ് കടുകും മറത്തില്ല, ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഇത് കൊണ്ട് തന്നിട്ട് she claimed this is a സാമ്പാർ. ഇപ്പൊ സംഭവം പിടി കിട്ടിയോ? എന്തെല്ലാം എലമെന്റ്സ് ഇനി ഇത് വരണം എന്നൂടെ പറഞ്ഞു. സാമ്പാറിന്റെ സ്റ്റഡി ക്ലാസ് ആയി 1ാം ദിവസം. അങ്ങനെ ഒരു ഗുണം ഉണ്ടാകും. നല്ല സാമ്പാർ. കുറച്ചുപേർ പറഞ്ഞു എന്നെ പറഞ്ഞു കൊടുക്കടോ, ആഴ്ചയിൽ നല്ല സാമ്പാർ കഴിച്ചിട്ട്. യെസ്, അബ്സല്യൂട്ട്ലി. ഒത്തിരി ഇൻഗ്രീഡിയൻസ് വരാറില്ല അതിനകത്ത്, വരാനില്ലേ? ഇച്ചിരി മല്ലിപ്പൊടി ഇടണം, ഇച്ചിരി മുളക് പൊടി ഇടണം, സോൾട്ട് ഇടണം, കായം ഇടണം, കടുക് വറക്കണം, everything. Then it comes as a good sambar. And these are all elements of sambar, right? സാമ്പാറിന്റെ ഘടകങ്ങൾ. ഇതുപോലെ വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പ്രസംഗിച്ചത് കൊണ്ടോ പറഞ്ഞതുകൊണ്ടോ വിജയകരമായ ക്രിസ്തീയ ജീവിതമാവില്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെ പറ്റി 10 പുസ്തകം മേടിച്ച് വീട്ടിൽ വെച്ചത് കൊണ്ട് ആരും വിജയിച്ച ചരിത്രമില്ല. എഴുതിയ ആള് വിജയിച്ചു, കാശ് കിട്ടി. പുള്ളി എഴുതിയ വല്ലവരൊക്കെ മേടിച്ചാലല്ലേ അത് വിജയമാവത്തുള്ളൂ. The most major components of a victorious Christian life. Can you just, I took this time to bring it to your level. Thank you. Prayer. Can you agree with that? To faith. Correct. വിശ്വാസം. ഒരാൾ പറയുകയാണ്, എനിക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതമുണ്ട് ബ്രദറെ, പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ, ദൈവത്തിലുള്ള വിശ്വാസമില്ലെങ്കിൽ ഈ സാമ്പാറിന്റെ കഥ പോലായി പോകും. It's only a claim with nothing. So if you say this night you are a victorious Christian, I want to take that element which that sister from this church said. Thank you. Prayer. ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കുന്നവരാണ്? പ്രാർത്ഥന 2 തരത്തിലുണ്ട്. It's a big topic. Public prayer and private prayer. Corporate prayer and private prayer. ഞാനൊന്ന് ചോദ്യം ചോദിച്ചോട്ടെ, വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആലയത്തിൽ ഞായറാഴ്ച വന്ന് അരമണിക്കൂർ ഇരുന്നത് കൊണ്ട് മാത്രം, അതുകൂടാതെ ഒരു പ്രയർ മീറ്റിംഗിന് 1 മണിക്കൂർ പോയത് കൊണ്ട് മാത്രം വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് ലഭിക്കുമോ? If that is so, I present you the theme for this evening: victory through prayer life. No, this is the most important component that is being ignored. ഇന്ന് ആധുനിക ക്രൈസ്തവന്റെ മൂല്യച്യുതിക്കും, ആധുനിക ക്രൈസ്തവന്റെ എല്ലാ തകർച്ചകളുടെയും അടിസ്ഥാനം ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ പ്രാർത്ഥന എന്ന സ്വഭാവത്തിൽ നിന്നും നാം മാറിപ്പോയി. So before I finish this message as soon as possible, the third question for this evening: how much time you are praying? If we ignore this and go, we will never make any improvement in our life. First question was, how is your heart? Second question was, are you a victorious Christian?
Third question was, are you fruitful? And the final question is, how much time you are praying? പിശാച് ഇവിടെയാണ് കടന്നു വരുന്നത്. കർത്താവ് പിശാചിനെ പറ്റി പറഞ്ഞത് അവൻ ഭോഷ്കിന്റെ അപ്പനാണെന്ന്. From this level, understand me, from this level, he never want a servant to go forward. ഇവിടെ കൊണ്ട് ആശീർവാദം പറഞ്ഞ് നമ്മൾ നിർത്തിക്കണം. കാരണം ഇനിയുള്ളത് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. You know? Now this becomes serious. So he wants to stop it. കാരണം nobody should think this night. നിങ്ങൾ ഇനി ചിന്തിച്ചുകൂടാ. ഇവിടെ വെച്ച് നിങ്ങളുടെ ചിന്ത മാറിപ്പോണം. Because next is the most, we are going to really look into this matter. Because I know this is not a cool topic. Confrontational questions we hate, അല്ലേ? വ്യക്തിപരമായിട്ട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്കും, താൻ ആരാ ഇത് എന്നോട്? Who are you? എനിക്ക് സൗകര്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കും, എടോ എനിക്ക് സൗകര്യമുണ്ടെ പ്രാർത്ഥിക്കത്തില്ല, താൻ ആരുവാന്ന് ചോദിക്കും. സത്യമല്ലേ? But this is not my question. No, don't get me wrong. I am also inside this question. Oh yeah. ഞാൻ ഈ ചോദ്യത്തിന് കീഴിലാ പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം. And this is not exciting me. ഇന്നലെ വേവിച്ചാനോട് ചോദിച്ചാൽ അറിയാം ഞാൻ എത്ര നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. So I am really trembling in front of God when I examine my life based on this question. So I am with you. Just a believer, that's all tonight. But we need to look into it. There are many prayers in the Word of God that is victorious, right? So I invite this prayer prophet prayed years before. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഏലിയാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയിൽ നിന്നും വിജയകരമായ ഒരു പ്രാർത്ഥനയുടെ ചില ഘടകങ്ങൾ മാത്രം പരിചയപ്പെടുത്തി ഞാൻ ദൂത് അവസാനിപ്പിക്കുക. പ്രാർത്ഥനയെ പറ്റിയൊക്കെ ആഴമായി പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. That's a huge topic, I agree. Potentially great topic. അത് എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് കാണാം. പ്രാർത്ഥന, it's so huge, I'll say. But I bring it into my level of understanding. When you pray, point number 1, the prayer of prophet which was so successful. ഇവിടെ രണ്ട് തരം പ്രാർത്ഥനകളാണ് കാണുന്നത്. And these prayers were for two different things, അല്ലേ? ഒന്നാമത്തെ പ്രാർത്ഥന തീക്ക, രണ്ടാമത്തെ പ്രാർത്ഥന വെള്ളത്തിനായി. Don't you think that's an oxymoron? Totally opposite, right? നമ്മൾ പറയും മഴ പെയ്താൽ തീ കത്തത്തില്ല, തീ ഉണ്ടെങ്കിൽ മഴ പെയ്യത്തുമില്ല. ആദ്യത്തെ പ്രാർത്ഥന പരസ്യമായ പ്രാർത്ഥനയായിരുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന രഹസ്യത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു. Now I bring your attention, do you have a personal prayer? Amen. എല്ലാവർക്കും അതിനൊരു ഉത്തരം കൊടുക്കാൻ കഴിയണം ദൈവം. And we are going to examine the qualities of that prayer. ഒന്ന്, ഈ പ്രാർത്ഥനയുടെ ക്വാളിറ്റി, it was a prayer resting on word of God. ദൈവ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച ഒരു പ്രാർത്ഥനയാണ്. So when you pray, do you have a basis from the word of God? What is your basis of prayer? ദൈവം എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിന്റെ സാധാരണ സംഭവങ്ങളിൽ നിരാശ കടന്നു വരുമ്പോൾ, പ്രത്യാശ നശിക്കുമ്പോൾ, മുന്നോട്ടുള്ള വഴികൾ അടഞ്ഞെന്ന് കരുതുമ്പോൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവവേദന്റെ അടിസ്ഥാനം, it's not circumstance, it's not emotional, it's not hip hop, it's the solid word of God. This is the proof why you pray. You know,
emotions can change. അല്ലേ? നമ്മുടെ മൂഡൊക്കെ മാറും. ചിലപ്പോൾ നമ്മൾ പറയും ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഉണർവാണ്. ഓ അച്ഛാ ഇന്ന് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കണ്ട, ഇന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. Do you think prayer is really like that? നമ്മുടെ എൻഡോർഫിൻസിന്റെ അപ്പ് ആൻഡ് ഡൗൺ അനുസരിച്ചാണോ ദൈവം ബിഹേവ് ചെയ്യുന്നത്? How wrong we are. നമ്മൾ ചിലപ്പോൾ പറയും ഓ ഇന്ന് ഒരു മൂഡും ഇല്ല, ഓ ഇന്നൊരു കണക്ഷൻ കിട്ടുന്നില്ല, ഇന്ന് ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകണ്ട, ഇന്ന് രാവിലെ എഴുന്നേറ്റ് തൊട്ട് അങ്ങോട്ടൊരു സുഖം തോന്നുന്നില്ല. ചിലപ്പോ നമ്മൾ പറയും ഓ ഇന്ന് നല്ല കൃപയായിരുന്നു അച്ഛാ പ്രസംഗത്തിൽ, ഇന്ന് ആരാധനയിൽ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. Do you think God is like that? Do you think God is based on some ups and downs? Do you think the word of God will change to you in any circumstance? So remember, when you pray, you have a solid basis that is based on the word of God. എത്ര പേര് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? You name a problem, you have a promise from the word of God. ഇന്ന് രാത്രി കൂടപ്പിറപ്പെ ഞാൻ ഉറപ്പ് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന സകല വ്യക്തികളുടെ പ്രശ്നത്തിനും ഇതിനകത്തൊരു ഉത്തരമുണ്ട്, ഒരു വചനമുണ്ട് നിനക്ക് വേണ്ടി. The Rhema word of God that is specific to you, that will speak to your life. Have it tonight. Logos അത് റീമായായി മാറും. ഞാൻ പറഞ്ഞതുപോലെ വചനം നിന്റെ സന്ദർഭത്തിനായി ജഡം ധരിക്കണം. ധരിക്കുന്ന വചനത്തിലാണ് വിശ്വസിക്കുന്നത്. So tonight ഒരു എക്സസൈസ് പറഞ്ഞുതരാം. Take your problem, find a word, start praying. What is that? Take your problem. The problem ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Take your word. ഏത് പ്രോബ്ലം നിങ്ങൾ പറ, എന്റെ ദൈവത്തിന് ഒരു വചനം. ബ്രദറിന് അറിയത്തില്ല, ദൈവത്തിന് അറിയാവുന്ന ബ്രദർ അറിയണ്ട. Take your word. ഇന്ന് തുടങ്ങണം കേട്ടോ, ഇന്ന് തുടങ്ങുക. ഉണർവ് ടെക്സാസിൽ നിന്ന് തുടങ്ങുക, ഇന്ന് തുടങ്ങുക, നാളെയല്ല, ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. Go back, open your Bible. That is a word, I promise you. അത് ദൈവത്തിന്റെ വ്യക്തിപരമായ നിന്നോടുള്ള വാഗ്ദത്തം. ഓ ഭൂമി മാറിയാലും ആകാശം മാറിയാലും മാറാത്ത ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം. So pray based on the word of God. Will you do that? Point number 2. It was a prayer offered in the secret place, away from the noise of the world. 42-ാം വാക്യം ഒന്ന് വായിക്കാം. 18:42. Again, ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്നും മാറി, തന്നെത്താനെ മാറി, he has decided, ഒഴിഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു ആ പ്രാർത്ഥന നടന്നത്. എന്തുകൊണ്ടാണ് കുന്നിന്റെ മുകളിൽ പോയി പ്രാർത്ഥിക്കേണ്ടുന്നത്? Can I tell you, brother and sister, this night, including myself, the greatest challenge of 2014 is that we will never get a time for God, right? ഈ ഫോണൊന്ന് അടിക്കാതെ ഇരുന്നിട്ട് വേണ്ടേ കർത്താവുമായിട്ടൊരു, ഞാനൊക്കെ ഓഫീസുമായിട്ട് നടക്കുന്ന മനുഷ്യനാണ്. I have a working office. Even if I'm at Houston, I'm connected, wired. I get all the patient details, all the charts, decisions I need to take. It's virtual. They bring the patient on the 4G network. Night, day, I'm supposed to answer that phone. You know the greatest trick of Satan is to see that നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കരുത്. Just imagine your life.
സീരിയല് കാണുന്ന ആരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം. TV എന്തെന്ന് അവർക്കാർക്കും അറിയാത്തത് കൊണ്ടും സ്തോത്രം. എന്നാൽ ഒത്തിരി സീരിയല് കാണുന്ന, ടിവിയുടെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഒത്തിരി മടിയുള്ള പലരെയും ഇവിടെയല്ല, നോട്ട് ഇൻ ടെക്സസ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റുമുണ്ട്, സൂര്യമുണ്ട്, ശാലോമുണ്ട്, എന്താ ഇല്ലാത്തത്? എല്ലാമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിടെ രഹസ്യ പ്രാർത്ഥന? ജോലി എത്ര മണിക്കൂറാ ചെയ്യുന്നത്? അതെ, ചെയ്യാവുന്ന അത്രയും ജോലി ചെയ്യും. ഇല്ലേ കാലെ പിടിച്ചാലും ഓവർ ടൈം വാങ്ങിക്കും. ഇത് കഴിഞ്ഞ് ഫോൺ വിളിക്കണ്ടേ, നമുക്ക് ടെക്സ്റ്റ് ചെയ്യണ്ടേ, ഇത് കഴിഞ്ഞ് നടുവന്ന് നോക്കണ്ടേ, ട്രാഫിക്കിൽ എത്ര നേരമാ ഡ്രൈവ് ചെയ്യണ്ടേ നമുക്ക്? ഇതെല്ലാം കഴിഞ്ഞ് എവിടെയാ കൂടെ പിറന്ന രഹസ്യ പ്രാർത്ഥന? രഹസ്യത്തിലുള്ള പ്രാർത്ഥന നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു. Unless and until we have a personal prayer, it's impossible to have a victorious Christian life. വന്നപ്പോഴുണ്ടോ ആ പാവം പിടിച്ച അദ്ദേഹത്തെ വിളിക്കുന്നുള്ള സമയം അദ്ദേഹത്തിന് കുഴപ്പമില്ല. കാരണം ഈ ദൂത് കിട്ടിയാ പോക്കാണെന്ന് അറിയാം അവൻ. അപ്പൊ പറയാം ഉടനെ മെസ്സേജ്, ഉടനെ ലൈവ് അമൗണ്ട് ലൈവ് ഷോ ആ കേട്ടോ. അച്ഛാ കർത്താവ് നമുക്ക് ലൈവ് ഷോ തരുക. പുള്ളിയുടെ കുഴപ്പമൊന്നും അല്ല. I know it's not your fault. I was just amen. കണ്ടോ, amen. He has to go for work. So if you look to anybody including Christ, the basic desire is to be a victorious Christian. Choice is yours. ഈ പുസ്തകത്തിന്റെ താളുകളിൽ 66 പുസ്തകങ്ങൾ ലോക ചരിത്രത്തിൽ വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിച്ച എല്ലാവർക്കുമുള്ള ഒരു ക്വാളിറ്റി ആയിരുന്നു പേഴ്സണൽ പ്രയർ. So it's no exception. അത് ടെക്സസിൽ ജീവിച്ചാലും തണ്ണിത്തോടിൽ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും ഭൂമിയിൽ എവിടെ ആയിരുന്നാലും ഏത് പ്രായത്തിലായാലും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിന്മേൽ ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്നും ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ഞാൻ എന്നെ കൊടുക്കാത്തിടത്തോളം കാലം എനിക്ക് 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 വിജയകരമായ ക്രിസ്തീയ ജീവിതം കഴിയില്ല. ഒത്തിരി ശബ്ദങ്ങളുടെ ലോകത്ത് ഒത്തിരി തിരക്കിലൊക്കെ അല്പകാലം ജീവിക്കാം. എന്നാൽ ഒരു ദിവസം ദൈവം എന്റെ പ്രാണനെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? World makes us so busy. Don't get me wrong. നമുക്കൊക്കെ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. I understand that. We have to prioritize things. And that is the tricky part. അതുകൊണ്ട് ജോലി ചെയ്യരുതെന്നോ ഡ്രൈവ് ചെയ്യരുതെന്നോ ഒന്നും അല്ല കർത്താവ് പറയുന്നത്. If you need to be a victorious Christian, you need to find time. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറക്കാറുണ്ടോ? നമ്മൾ കഴിക്കുന്ന മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ലഞ്ച് കഴിക്കാൻ മറക്കാറുണ്ടോ? ഡിന്നർ. If you have a mind, there is a way. നമ്മൾ ചുമ്മാതാ പറയുന്നത് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന്. പല്ല് തേക്കാൻ മറക്കാറുണ്ടോ? അവരടുത്ത് പറഞ്ഞു പോയി പല്ല് തേക്കാതെ ഇല്ല. അങ്ങനൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത്. തുണി മാറാറുണ്ടോ? കുളിക്കാറുണ്ടോ? നനയ്ക്കാറുണ്ടോ? ചിന്തിക്കുക. Just think how tricky this is. So if you want to have a victorious Christian life, you need to find time for personal prayer. As of now, what is the quality of your personal prayer?